നമസ്കാരം. പ്രധാന വാർത്തകൾ. അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ പ്രതിഷേധ റാലിയും ധർണയും നടത്തി. മങ്കട, പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു സമരം. ഇടതു വലതു മുന്നണികൾക്കും സർക്കാരിനുമെതിരെ തുറന്നടിച്ച് നേതാക്കൾ. ഷൊർണൂരിൽ വയോധികനായ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് 3600 രൂപയുടെ ലോട്ടറി ടിക്കറ്റുകളും പണവും തട്ടിയെടുത്തതായി പരാതി. 60കാരനായ വിനോദ്കുമാറാണ് തട്ടിപ്പിന് ഇരയായത്. സമ്മാനാർഹമായ ടിക്കറ്റുകളുടെ വ്യാജ ടിക്കറ്റുകൾ നൽകിയായിരുന്നു തട്ടിപ്പ്. പെരിന്തൽമണ്ണയിൽ കഞ്ചാവ് വേട്ട. വ്യത്യസ്ത കേസുകളിൽ 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ. 4 കിലോ കഞ്ചാവ് പിടികൂടി. കോട്ടപ്പാടം ടൗണിൽ തെരുവുനായ ശല്യം രൂക്ഷം. റോഡരികിൽ കൂട്ടമായി എത്തുന്ന നായ്ക്കൾ കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയാവുന്നു. മണ്ണാർക്കാട് പെരുമ്പടാരിയിൽ കൂട്ടിലെ കോഴികളെ തെരുവുനായ കടിച്ചുകൊന്നു. പാടശേഖരത്തിലേക്ക് റോഡില്ല. നെൽകൃഷി ഉപേക്ഷിക്കാനൊരുങ്ങി പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ 15ഓളം കർഷകർ. ട്രാക്ടറും കൊയ്ത്ത് യന്ത്രവും എത്തിക്കാൻ കഴിയുന്നില്ല. വാർത്തകൾ വിശദമായി. അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം ആവശ്യപ്പെട്ട് വ്യാപാരികൾ പ്രതിഷേധ റാലിയും ധർണയും നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മങ്കട, പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത്. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ഭരണാനുമതി കിട്ടിയിട്ടോ, ഭരണാനുമതി കിട്ടിയിട്ടോ, വർഷം ഒത്തിരി കഴിഞ്ഞിട്ടോ, വർഷം ഒത്തിരി കഴിഞ്ഞിട്ടോ, സർവേ കല്ലുകൾ നാട്ടിയിട്ടോ, സർവേ കല്ലുകൾ നാട്ടിയിട്ടോ, കടലാസിലാണ് ഈ ബൈപ്പാസ്. ഇതൊരു നാടിന് വേണ്ടിയാണ്, ഇത് പൊതുജനത്തിന് വേണ്ടിയാണ്, ഇത് അങ്ങാടിപ്പുറത്തിന് വേണ്ടിയാണ്, ഇത് കേരളക്കരയ്ക്ക് വേണ്ടിയാണ്. ഈ ജനസമൂഹത്തിന് വേണ്ടി പോരാട്ടങ്ങളിലേക്ക് കടന്നുകൊണ്ടാണ് ഏകോപന സമിതിയുടെ പ്രതിഷേധ റാലി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി അങ്ങാടിപ്പുറത്തെ അഴിയാക്കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ നടത്തിയ സമരത്തിൽ പ്രതിഷേധമിരമ്പി. പ്രതിഷേധ റാലിയിൽ വനിതകൾ ഉൾപ്പെടെ 100കണക്കിന് വ്യാപാരികൾ പങ്കെടുത്തു. ഓരോടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡും വൈലോങ്ങര ഓരോടംപാലം ബൈപ്പാസ് റോഡും യാഥാർത്ഥ്യമാക്കുക, ഏഴുകണ്ണി ചാത്തോലിക്കുണ്ടിൽ റെയിൽവേ അണ്ടർപാസ് നിർമ്മിക്കുക, ദേശീയപാതയിൽ ആവശ്യമുള്ള ഇടങ്ങളിലെല്ലാം സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് വ്യാപാരികൾ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത്. പ്രതിഷേധ റാലിയെ തുടർന്ന് നടന്ന ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു. ഒരു രോഗിയുമായ ഒരു അവസ്ഥയ്ക്ക് വരാൻ കഴിയുമായ എന്തെങ്കിലും ഒരു ഉറപ്പുണ്ട്. ഇങ്ങനെയായ ഒരു ചെറിയൊരു ദിവസമല്ലാതെ കുറെ വർഷങ്ങളായി റോഡിന് വേണ്ടി, ഈ കഷ്ടപ്പാടിന് വേണ്ടി രാജ്യത്തെ ജനങ്ങൾ തോന്നിക്കൊണ്ടിരുന്നു. ഈ കണ്ടില്ലാതെ ജനിക്കുകയാണ്. ഇവിടെ ഭരിക്കുന്നവരും പുറത്ത് നിൽക്കുന്നവരും എടുക്കുന്നവരുമാണെങ്കിൽ പ്രതിപക്ഷങ്ങളിലൂടെ അത് പറയുന്നില്ല, ഇത് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റുന്ന തരത്തിലെങ്കിലും പ്രതിപക്ഷം വരട്ടെ. അതുമില്ല, ഭരണകക്ഷികളുമില്ല. ഞങ്ങൾ ആരും ഒറ്റപ്പെടുത്തുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല. ഒരുപോലെ കുറ്റക്കാരാണ്. നിങ്ങൾ എല്ലാവരും കുറ്റക്കാരാണ്. ഈ രാജ്യത്തെ ഈ സ്ഥലത്ത് ഈ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട ഈ ഒരാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എത്ര കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഒരു തരത്തിലും ശ്രദ്ധിക്കാത്ത ഒരു ഗവൺമെന്റ്, അതല്ലെങ്കിൽ ഒരു പ്രതിപക്ഷം തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇനി കണ്ടില്ല എന്ന് നൽകിയാൽ കഴിയില്ല. വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇത് മനസ്സിലാക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ജീവിക്കണ്ടേ. ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ അധികാരികൾ തയ്യാറാകണമെന്ന് പി കുഞ്ഞാവു ഹാജി പറഞ്ഞു. ഏകോപന സമിതി പെരിന്തൽമണ്ണ മങ്കട മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം അധ്യക്ഷത വഹിച്ചു. ഒരുപാട് ട്രോളിങ്ങും ഒരുപാട് ആരോപണങ്ങളൊക്കെ വ്യാപാര സമൂഹത്തിന് വിമർശിക്കുന്ന, പരാമർശിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ ഒരു കാര്യം മനസ്സിലാക്കണം. വ്യാപാര സമൂഹത്തിന്റെ ഇനിഷ്യേറ്റീവ് തന്നെയാണ് ഈ 2 പദ്ധതികളുടെയും അടിസ്ഥാന കാരണമെന്ന് ഇവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച അധികാരത്തിൽ ഏറ്റുന്ന നിങ്ങളാണ് ഇവിടുത്തെ വികസനം സൃഷ്ടിക്കേണ്ടവർ, ഞങ്ങളല്ല എന്ന് മാത്രം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഒരാളുമാനം മാനന്തമംഗലം ബൈപ്പാസ് 13 വർഷമായി ആ
ഇട്ട കല്ലുകൾ ദ്രവിച്ചു. അതിൽ അടയാളപ്പെടുത്തിയ കല്ലുകൾ പോലും ദ്രവിച്ചു കിടക്കുന്നു. പരസ്പരം കുറ്റാരോപണങ്ങൾ നടത്തിക്കൊണ്ട് തടിയൂരുന്ന പ്രവണത ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഇടതാവട്ടെ വലതാവട്ടെ അത് അവസാനിപ്പിക്കണമെന്നാണ് ശക്തമായ ഭാഷയിൽ ഈ സംഘടനയ്ക്ക് പറയാനുള്ളത്. വിവിധ യൂണിറ്റുകളിൽ നിന്നും പ്രവർത്തകർ സമരത്തിൽ പങ്കുചേർന്നു. ഇടത് വലത് മുന്നണികൾക്കും സർക്കാരിനുമെതിരെ സംഘടനാ നേതാക്കൾ തുറന്നടിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റും പെരിന്തൽമണ്ണ യൂണിറ്റ് പ്രസിഡന്റുമായ PTS മൂസു മുഖ്യപ്രഭാഷണം നടത്തി. കടന്നു പോകുന്നു. 1 ലക്ഷത്തിലധികം ജനങ്ങൾ ഈ വഴിയിലൂടെ കടന്നു പോകുന്നു. എത്രയോ ജനങ്ങൾ ഈ കുരുക്കിൽപ്പെട്ട് വഴിയിൽ വെച്ച് പൂർണ്ണഗർഭിണികൾ പ്രസവിക്കുന്നു. വളരെ സീരിയസ് ആയി വരുന്ന രോഗികൾ ആ വാഹനങ്ങളിൽ കടന്ന് മരിക്കുന്നു. ആരോടാണ് ഇത് പറയാനുള്ളത്? ആരാണിത് കേൾക്കാനുള്ളത്? പരസ്പരം പഴിചാരുന്ന ഇടതിനോടും വലതിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ്, സൂചനാ സമരമാണ്. ഇതിനെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ട് ഈ സമരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വം നൽകുമെന്ന സൂചനയാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതില്ല വലതില്ല, പക്ഷേ വേണ്ടി വന്നാൽ നമുക്കറിയാം ഡോക്ടർമാർ നമ്മുടെ ഇടതുകാലിനോ വലതുകാലിനോ നിങ്ങളുടെ ജീവൻ അപായമാണെന്ന് പറയുമ്പോൾ ഒട്ടും സന്തോഷമില്ലാതെ ആ കാലുകൾ ഞങ്ങൾ മുറിച്ചു മാറ്റും. അതുപോലെ ഇവിടെ ഇടതിനെയും വലതിനെയും മുറിച്ചു മാറ്റുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഈ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തെളിയിച്ചതാണ്. മങ്കട മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി തിരൂർക്കാട്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അസീസ് എർബാദ്, യൂത്ത് വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഏകോപന സമിതി ജില്ലാ സെക്രട്ടറിയുമായ അക്രം ചുണ്ടയിൽ, ചമയം ബാപ്പു, അങ്ങാടിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് C ജബ്ബാർ, വനിതാ വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജമീല ഇസുദ്ദീൻ, പെരിന്തൽമണ്ണ മണ്ഡലം സെക്രട്ടറി മനോജ് മേലാറ്റൂർ, മങ്കട മണ്ഡലം സെക്രട്ടറി അനീഷ് മക്കരപ്പറമ്പ്, പെരിന്തൽമണ്ണ മണ്ഡലം ട്രഷറർ സമദ് പുലാമന്തോൾ, ഗഫൂർ രാമപുരം, മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. തീർച്ചയായിട്ടും ഇവിടുത്തെ അധികാരികൾ മനസ്സിലാക്കണം, ഇവിടുത്തെ ഭരണകൂടം മനസ്സിലാക്കണം. ഈ സമരത്തിന്റെ പ്രസക്തി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തികച്ചും ഈ ന്യായമായ ആവശ്യം കഴിഞ്ഞ വർഷങ്ങളായിട്ട് 10-15 വർഷത്തോളം കാലമായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരു പാർട്ടികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മാറി മാറി വരുന്ന ഇരു ഗവൺമെന്റുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാ വരുന്നു ഒരോടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ്, ഇതാ വരുന്നു വൈലാങ്ങരയിൽ ഒരു ബൈപ്പാസ് വരാൻ പോകുന്നു, ഇതാ വരുന്നു ഇവിടെ അണ്ടർലൈൻ സ്ഥാപിച്ചുകൊണ്ട് ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലൊക്കെ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഇവിടെ മാറി മാറി വരുന്ന ഇരു മുന്നണികളും നമുക്ക് ഇത് പറഞ്ഞു തരുന്ന സമയത്ത് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ PTS മൂസാക്ക് ഉൾപ്പെടെ സൂചിപ്പിച്ച കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. വയോധികനായ ലോട്ടറി വിൽപ്പനക്കാരന് സമ്മാനാർഹമായ വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ നൽകി 3600 രൂപയുടെ ലോട്ടറികളും 350 രൂപയും തട്ടിയെടുത്തതായി പരാതി. ഷൊർണൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന AK വിനോദ്കുമാറാണ് തട്ടിപ്പിന് ഇരയായത്. ഷൊർണൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന 60-കാരൻ AK വിനോദ്കുമാറാണ് തട്ടിപ്പിനിരയായത്. കഴിഞ്ഞ ദിവസം ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസിന് സമീപം പാതയോരത്ത് വെച്ചായിരുന്നു ഇടപാട്. മാസ്ക് ധരിച്ച് സ്കൂട്ടറിൽ എത്തിയയാൾ കയ്യിലുണ്ടായിരുന്ന ഭാഗ്യധാര ടിക്കറ്റുകൾക്ക് സമ്മാനമുണ്ടെന്നും പണം നൽകണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. 8 ടിക്കറ്റുകളുടെ സെറ്റ് നൽകി സമ്മാനത്തുകയായ 4000 രൂപ നൽകണമെന്നായിരുന്നു ആവശ്യം. ഇത്രയും പണം കയ്യിൽ ഇല്ലെന്ന് വിനോദ്കുമാർ അറിയിച്ചതോടെയാണ് ബമ്പർ ടിക്കറ്റുകൾ ഉൾപ്പെടെ 3600 രൂപയുടെ ടിക്കറ്റുകളും 350 രൂപയും നൽകിയത്. പകരം കിട്ടിയ ടിക്കറ്റുകളുമായി വിനോദ്കുമാർ ഫലം പരിശോധിച്ചപ്പോഴാണ് സമ്മാനാർഹമായ ടിക്കറ്റുകളുടെ നമ്പറുകളിൽ നിർമ്മിച്ച വ്യാജ ടിക്കറ്റുകളാണിവയെന്ന് തിരിച്ചറിഞ്ഞത്. ഷൊർണൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന വിനോദ്കുമാറിന്റെ ഏക വരുമാന മാർഗമാണ് ടിക്കറ്റ് വിൽപ്പന. കഴിഞ്ഞ 8-ാം തീയതി ഞാൻ ലോട്ടറിക്ക് വരുമ്പോൾ മെറ്റലിൻ്റെ അടുത്ത് ഞങ്ങൾ വണ്ടി തിരിച്ചു വന്നിട്ട് 12 ടിക്കറ്റ് ആദ്യം തന്നു. 500 രൂപ ഉണ്ട് തന്നെ. പക്ഷേ എൻ്റെ അടുത്ത് അത്രയും ടിക്കറ്റിന് കാശ് ബാക്കി ടിക്കറ്റ് കൊടുക്കാനില്ലായിരുന്നു. 5 ബമ്പറും കൊടുത്ത് 2 സെറ്റും, അപ്പോൾ 3950 രൂപ നഷ്ടമായിരുന്നു. ടിക്കറ്റ് വ്യാജ ടിക്കറ്റ് തന്നിട്ട് ആ വെട്ടി ഒട്ടിച്ച ടിക്കറ്റ്. അത് പിന്നെ ഞാൻ അറിയുന്ന ഒരാളടുത്ത് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ CRSൽ രാജേട്ടുണ്ട്, CICൻ്റെ ഷൊർണൂർ മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ്. അദ്ദേഹം ഇത് സ്കാൻ ചെയ്തിട്ട് അദ്ദേഹം വന്നിൻ്റെ കൂടെ എല്ലാം പെറ്റീഷനൊക്കെ എഴുതി തരാൻ. കേരളത്തിലേക്ക് ജോലിക്ക് വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ കഞ്ചാവ് വിൽപ്പന വ്യാപകമാകുന്നു. പെരിന്തൽമണ്ണയിൽ 2 വ്യത്യസ്ത കേസുകളിൽ 4 കിലോ കഞ്ചാവുമായി 2 ഇതര സംസ്ഥാന തൊഴിലാളികളെ പിടികൂടി.
ബീഹാർ സ്വദേശിയെ എക്സൈസും അസം സ്വദേശിയെ പോലീസും അറസ്റ്റ് ചെയ്തു. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സുകളിലും മറ്റും വ്യാപകമായ രീതിയിലാണ് കഞ്ചാവ് വിൽപ്പന നടത്തുന്നത്. കഞ്ചാവ് വിൽപ്പന നടത്തിയതിന് പെരിന്തൽമണ്ണയിൽ 2 വ്യത്യസ്ത കേസുകളിൽ ബീഹാർ, അസം സ്വദേശികൾ പിടിയിലായി. പെരിന്തൽമണ്ണ എക്സൈസ് റേഞ്ച് സംഘം വലിയങ്ങാടി ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ബീഹാർ വെസ്റ്റ് ചമ്പാരൻ ജില്ലയിലെ ഷെയ്ഖ് ദഫ്താർ എന്ന യുവാവിനെ കഞ്ചാവുമായി പിടികൂടി. 2 കിലോയിലധികം കഞ്ചാവ് ഇയാളിൽ നിന്നും എക്സൈസ് പിടിച്ചെടുത്തു. പെരിന്തൽമണ്ണ എക്സൈസ് ഇൻസ്പെക്ടർ എം യൂനസിന്റെ നേതൃത്വത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തു. പെരിന്തൽമണ്ണ എക്സൈസ് റേഞ്ച് ടീം ഇന്നേ ദിവസം രാവിലെ പെരിന്തൽമണ്ണ ടൗണിൽ വലിയങ്ങാടി ഭാഗത്ത് നടത്തിയ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് 2 കിലോ കഞ്ചാവായിട്ട് ബീഹാർ സ്വദേശി പിടികൂടി. ആള് 2 കിലോ കഞ്ചാവാണ് നമുക്ക് കിട്ടിയത്. വലിയങ്ങാടി ഭാഗത്താണ് ലഭിച്ചത്. 2 ദിവസം മുമ്പ് നമുക്ക് ആ പരിസരങ്ങളിൽ ലഭിച്ച ഒരു ചെറിയ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നേ ദിവസം രാവിലെ ഈ കേസ് കണ്ടെത്താനായത്. ടിയാന് ബീഹാർ സ്വദേശിയാണ്, വെസ്റ്റ് ചമ്പാരൻ സ്വദേശിയാണ്. അതിന്റെ പേര് ഷെയ്ഖ് ദഫ്താർ എന്നാണ്. അയാൾ ഗോരഖ്പൂരിൽ ഇന്നേ ദിവസം രാവിലെ ട്രെയിൻ മാർഗം പാലക്കാട് വന്ന് പാലക്കാട് ബസ് മുഖാന്തരം പെരിന്തൽമണ്ണ ടൗണിൽ എത്തി. അയാളൊരു വെള്ളി തൊഴിലാളിയാണ്. ആളുകളുടെ ഇടയിൽ ഈ കഞ്ചാവൊക്കെ ചെറിയ പൊതുവായിട്ട് വിൽപ്പന നടത്തി വരുന്നുണ്ട്. വലിയങ്ങാടി ഭാഗത്താണ് അയാൾ താമസം. അയാളുടെ ഇതൊക്കെ ഉള്ളത്. അയാളെ ഇറങ്ങി വരുന്ന സമയത്ത് ആണ് നമ്മൾ പിടിച്ചത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡി ഷിബു, പ്രിവന്റീവ് ഓഫീസർമാരായ ഒ അബ്ദുൾ റഫീഖ്, കെ സായിറാം, ഷെരീഫ് പി കെ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി കെ രാജേഷ്, കെ അബിൻരാജ്, റി ആനന്ദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലിൻസി വർഗീസ്, പ്രസീത മോൾ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രതിയെ പെരിന്തൽമണ്ണ കോടതി റിമാൻഡ് ചെയ്തു. വ്യാജമദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്നും ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പരിശോധന കർശനമാക്കുമെന്നും എക്സൈസ് ഇൻസ്പെക്ടർ എം യൂനസ് പറഞ്ഞു. റെയ്ഡുകൾ ശക്തമാക്കുന്നതിന് കാരണം തന്നെ ഓണം സ്പെഷ്യൽ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. ഈ മാസം 4 പേർക്കാണ് ഓണം സ്പെഷ്യൽ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് വളരെ ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളാണ് പെരിന്തൽമണ്ണ സർക്കിൾ റേഞ്ച് പാർട്ടികൾ പെരിന്തൽമണ്ണ റേഞ്ച് വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ന് ദിവസം 2 കിലോ കഞ്ചാവ് കിട്ടി. 2 ദിവസം മുമ്പ് പെരിന്തൽമണ്ണ സർക്കിൾ പാർട്ടി 2 കിലോ കഞ്ചാവായിട്ട് നമുക്ക് ഈ ടൗണിൽ തന്നെ ഒരാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു തേലക്കാട് ഭാഗത്ത് വെച്ചിട്ട് ഒരു 56 കുപ്പി വിദേശ മദ്യ ഓട്ടോറിക്ഷയായിട്ട് നമ്മൾ ഒരാളെ പിടികൂടി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മലപ്പുറം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറെയും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെയും പ്രത്യേക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ ടൗണിൽ ഓണം ഫ്രഷ് ഡ്രൈവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. മറ്റൊരു കേസിൽ അസം നാഗാവോൺ സ്വദേശി ഇസ്മായിൽ അലിയെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നപ്പള്ളിയിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നാണ് ഇസ്മായിൽ അലിയെ പോലീസ് പിടികൂടിയത്. 2 കിലോ കഞ്ചാവ് ഇയാളിൽ നിന്നും കണ്ടെടുത്തു. പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത്, CI സുമേഷ് സുധാകരൻ, SI ഷിജോസി സംഘച്ചൻ എന്നിവരും ഡാൻസ് ഓഫ് സംഘവും നടത്തിയ പരിശോധനയിലാണ് ഇസ്മായിൽ അലിയെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി. അട്ടപ്പാടി അകളി മുക്കാലി വനത്തിൽ അജ്ഞാത പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മുക്കാലി കവലക്കടുത്ത് പോലീസ് ഔട്ട് പോസ്റ്റിൽ നിന്നും ഉദ്ദേശം 100 മീറ്ററോളം ദൂരെ വനത്തിലാണ് മൃതദേഹം കണ്ടത്. 55 വയസ്സ് പ്രായം തോന്നിക്കും. ട്രൗസറും ടീഷർട്ടുമാണ് വേഷം. ഉടുമുണ്ട് സമീപത്ത് കിടക്കുന്നുണ്ട്. വിറകെടുക്കാൻ പോയ ആദിവാസികളാണ് മൃതദേഹം ആദ്യം കണ്ടത്. വനപാലകരും അകളി പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിനു ശേഷം മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കോട്ടപ്പാടം ടൗണിൽ തെരുവുനായ ശല്യം അതിരൂക്ഷം. റോഡരികിൽ കൂട്ടമായി എത്തുന്ന നായ്ക്കളെ പേടിച്ച് വഴി നടക്കാൻ കഴിയാത്ത സ്ഥിതി. വാഹനങ്ങൾക്ക് മുന്നിലേക്ക് ചാടിയും നായ്ക്കൾ അപകടം സൃഷ്ടിക്കുന്നു. അലക്ഷ്യമായി തള്ളുന്ന മാലിന്യമാണ് ടൗണിൽ നായ്ക്കൾ പെരുകാനുള്ള പ്രധാന കാരണം. കോട്ടപ്പാടം ടൗണിലെ ഭാഗങ്ങളിൽ പല കൂട്ടങ്ങളായാണ് തെരുവ് നായ്ക്കൾ അലഞ്ഞു നടക്കുന്നത്. സംസ്ഥാന പാതയോരത്ത് നായ്ക്കൾ കൂട്ടമായി എത്തുന്നത് സ്കൂൾ മദ്രസ വിദ്യാർത്ഥികൾക്കും മറ്റ് കാൽനട യാത്രക്കാർക്കും വലിയ ഭീഷണി സൃഷ്ടിക്കുന്നു. റോഡിലേക്ക് ഓടി വരുന്നതും അലക്ഷ്യമായി നടക്കുന്നതും ചെറിയ വാഹനങ്ങളെ അപകടത്തിലാക്കുന്നുണ്ട്. സ്ഥാപനങ്ങൾക്ക് മുന്നിൽ കൂട്ടത്തോടെ നായ്ക്കൾ നിൽക്കുന്നതിനാൽ ഭയന്ന ആളുകൾ വരുന്നില്ലെന്നും ഉടമകൾ പറയുന്നു. ടൗണിലും പരിസരത്തും അലക്ഷ്യമായി തള്ളുന്ന ഭക്ഷണാവശിഷ്ടങ്ങളാണ് ഇത്രയധികം നായ്ക്കൾ പെരുകാൻ കാരണം. ഒരുപാട് കടമ്പകൾക്ക് ശേഷം നടപ്പാക്കാൻ കഴിയുന്ന വന്ധീകരണം മാത്രമാണ് നിലവിലെ നിയമവ്യവസ്ഥിതിയിൽ ഗ്രാമപഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന ഏക പോംവഴി. കൂട്ടിലെ കോഴികളെ തെരുവുനായ കടിച്ചു കൊന്നു. മണ്ണാർക്കാട് പെരുമ്പടാരിയിൽ ന്യൂ അൽമ ആശുപത്രിക്ക് മുന്നിലെ ഹൗസിംഗ് കോളനിയിലെ ഉഴതിൽ തോമസ് കുട്ടി ഉമ്മന്റെ കോഴികളാണ് ചത്തത്. കഴിഞ്ഞ ദിവസം തോമസ് പുറത്തുപോയി വന്നപ്പോഴാണ് കൂട്ടിലുണ്ടായിരുന്ന 6 കോഴികൾ ചത്തുകിടക്കുന്നതായി കണ്ടത്. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ്.
ട്യൂഷൻ സെന്ററുകളിലേക്കും സ്കൂളുകളിലേക്കും പോകുന്ന വിദ്യാർത്ഥികൾക്കുൾപ്പെടെ പ്രദേശത്തുകാർക്ക് ഭീഷണിയായി മാറിയ തെരുവുനായ ശല്യം ഇല്ലാതാക്കാൻ നഗരസഭയുടെ ഇടപെടൽ വേണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. റെയിൽവേ ഗേറ്റ് അടച്ച സമയം പട്ടാപ്പകൽ ഭീതി പരത്തി ട്രാക്കിൽ കാട്ടുപന്നി. കഴിഞ്ഞ ദിവസം പാലക്കാട് പട്ടാമ്പി പാതയിൽ വാടാനംകുറിശി റെയിൽവേ ഗേറ്റ് അടച്ച സമയത്താണ് സംഭവം. നിരവധി വാഹനങ്ങളും യാത്രക്കാരും നിൽക്കെയാണ് പരിഭ്രാന്തി സൃഷ്ടിച്ച് കാട്ടുപന്നി ട്രാക്കിലേക്ക് ഓടി വന്നത്. പന്നി കാൽനടയായി പോകുന്ന ആളുകൾക്ക് നേരെ തിരിയുന്നുണ്ടെങ്കിലും ബഹളം വെച്ചപ്പോൾ ഓടി മാറുകയായിരുന്നു. ഈ ഭാഗങ്ങളിലെല്ലാം രാപ്പകൽ ഭേദമില്ലാതെ പന്നി ശല്യം രൂക്ഷമാണ്. ഒറ്റയ്ക്കും കൂട്ടമായും എത്തുന്ന കാട്ടുപന്നികൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് പതിവ് സംഭവമാണ്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നൽകുന്ന സംസ്ഥാനത്തെ മികച്ച കൃഷി ഓഫീസർക്കുള്ള പുരസ്കാരം നേടി വല്ലപ്പുഴ കൃഷി ഓഫീസർ UV ദീപ. 1ാം സ്ഥാനത്തോടെയാണ് ഈ നേട്ടം. 6 വർഷമായി വല്ലപ്പുഴ പഞ്ചായത്തിലെ കൃഷി ഓഫീസറാണ് UV ദീപ. കർഷകർക്കൊപ്പം ചേർന്ന് നടപ്പാക്കിയ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് വല്ലപ്പുഴ കൃഷിഭവൻ ഓഫീസർ UV ദീപയ്ക്ക് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നൽകുന്ന മികച്ച കൃഷി ഓഫീസർക്കുള്ള പുരസ്കാരം ലഭിച്ചത്. 1ാം സ്ഥാനത്തോടെയാണ് നേട്ടം. 6 വർഷമായി വല്ലപ്പുഴ പഞ്ചായത്തിലെ കൃഷി ഓഫീസറാണ് UV ദീപ. കൃഷിഭവൻ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ കർഷകർക്ക് ബോധവൽക്കരണ പരിശീലനങ്ങൾ, കൃഷിയിടങ്ങളിലെ പരീക്ഷണത്തോട്ടങ്ങൾ, സുഭിക്ഷ കേരളം, തരിശുരഹിത വല്ലപ്പുഴ എന്ന ക്യാമ്പയിനിലൂടെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ 300 ഏക്കർ നെൽപ്പാടങ്ങളും തരിശു പറമ്പുകളും കൃഷിയോഗ്യമാക്കി. ഞങ്ങളും കൃഷിയിലേക്ക് നമുക്കൊരുക്കാം സുരക്ഷിത തീന്മേശകൾ എന്ന പദ്ധതിയിലൂടെ പച്ചക്കറി കൃഷി വികസനം, പുഷ്പകൃഷി, കിഴങ്ങുവർഗ്ഗ കൃഷി, ഫലവൃക്ഷ കൃഷി വ്യാപനം, വല്ലപ്പുഴയിലെ തണ്ണിമത്തൻ കൃഷി, പയർ ഗ്രാമം പദ്ധതി, ജൈവ കൃഷി വ്യാപനം തുടങ്ങി നിരവധി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. ചിങ്ങം 1 കർഷക ദിനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. തൃശൂർ വെങ്കിടങ്ങ് സ്വദേശിനിയാണ് UV ദീപ. ഇടവേള. വാർത്തകൾ തുടരുന്നു. കൊപ്പം പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടമാകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു ഉദ്ഘാടനം. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് മികച്ച തൊഴിലിടങ്ങളാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾക്കായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവർക്കും ഉദ്യോഗസ്ഥർക്കും ഉപയോഗപ്രദമാകുന്ന സൗകര്യങ്ങൾ ഉപയോഗപ്രദമാകുന്ന തരത്തിൽ ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് പുതുതായി നിർമ്മിക്കുന്ന എല്ലാ കെട്ടിടങ്ങളും. പോലീസ് സ്റ്റേഷനുകളിൽ നിർമ്മിക്കുന്ന എല്ലാ കെട്ടിടങ്ങളും ഇത്തരത്തിലുള്ള സൗകര്യങ്ങളോടുകൂടിയാണ്. അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും മികവേറിയ പോലീസ് സ്റ്റേഷനുകളിൽ മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷനായി. ഷൊർണൂർ DYSP R മനോജ് കുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ T ഉണ്ണികൃഷ്ണൻ, MK ബേബി ഗിരിജ, V രമണി, KK അസീസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, കൊപ്പം SI P ശിവശങ്കരൻ, തഹസിൽദാർ TP കിഷോർ, A സാബിറ, കമ്മുകുട്ടിയടത്തോൾ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരി സ്കൂളിന് സമീപത്തെ 50 സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 3 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. 2018 പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് കൊപ്പത്ത് പുതിയ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത്. വാടക കെട്ടിടത്തിലാണ് നിലവിൽ സ്റ്റേഷന്റെ പ്രവർത്തനം. കൊപ്പം, വിളയൂർ, തിരുവേഗപ്പുറ, കുലുക്കല്ലൂർ പഞ്ചായത്തുകളാണ് സ്റ്റേഷന്റെ പരിധി. പാടശേഖരത്തിലേക്ക് റോഡില്ല. നെൽകൃഷി ഉപേക്ഷിക്കാനൊരുങ്ങി പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ 15ഓളം കർഷകർ. 4ാം വാർഡിലെ താനാക്കൽ പാടശേഖരത്തിലെ കർഷകരാണ് 15 ഏക്കറോളം കൃഷിഭൂമി തരിശിട്ടിരിക്കുന്നത്. റോഡും പാലവും ഇല്ലാത്തതിനാൽ ഈ പാടശേഖരത്തിലേക്ക് ട്രാക്ടറും കൊയ്ത്ത് യന്ത്രവും എത്തിക്കാൻ കഴിയാത്തതാണ് കാരണം. കൃഷിയിടത്തിലേക്ക് വിത്ത്, വളം, കൊയ്ത്തുയന്ത്രം എന്നിവ എത്തിക്കുന്നതിനും കൊയ്തെടുത്ത നെല്ല് കൊണ്ടുപോകുന്നതിനും നേരിടുന്ന ബുദ്ധിമുട്ടാണ് പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ താനായ്ക്കൽ പാടശേഖരത്തിലെ കർഷകർ കൃഷി ഉപേക്ഷിക്കാൻ കാരണം. പഞ്ചായത്തിലും സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും അദാലത്തിലും നവകേരള സദസ്സിലും കർഷകർ പ്രശ്നം ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരുന്നു. റോഡിനാവശ്യമായ സ്ഥലം സൗജന്യമായി കർഷകരും മറ്റ് സ്ഥല ഉടമകളും വിട്ടു നൽകിയിട്ടുണ്ട്. 300ഓളം മീറ്റർ പാത നിർമ്മിക്കേണ്ടതുണ്ട്.
താനായ്ക്കൽ തോടിന് കുറുകെ പാലവും വേണമെന്നാണ് കൃഷിക്കാരുടെ ആവശ്യം. മീറ്ററോളം റോഡ്, പിന്നെ ഒരു പാലം, ട്രാക്ടർ ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു പാലം, പാടത്തേക്ക് ട്രാക്ടർ ഇറങ്ങാൻ കയറി പോകുന്നതിനുള്ള സൗകര്യം, നെല്ല് കൊണ്ടുപോകാനും നെല്ല് കൊയ്ത്ത് വണ്ടി വരാനുള്ള സൗകര്യമാണ്. പരാതി കാര്യങ്ങൾ ഞങ്ങൾ കളക്ടറേറ്റിലേക്ക് കൊടുത്തു. പിന്നെ ഇത് അദാലത്ത് ഉണ്ടാകുമ്പോൾ 2 അദാലത്തിന് പോയി. പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട്, കൃഷി ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്, പാടശേഖരത്തിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. കൃഷി ഓഫീസർ വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട്. പോയി നോക്കാനുള്ളൂ. ഫണ്ടില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് കിടക്കണമെന്നാണ് അവർ പറയുന്നത്. വീട്ടിലേക്കുള്ളത് അവർ ഞങ്ങളൊക്കെ കയ്യിൽ നിന്ന് സഹകരിച്ചിട്ട് ചെയ്യുന്നു. പക്ഷെ പാടത്തേക്ക് എത്തുന്നില്ല. കാലങ്ങളായിട്ട് ഞങ്ങൾ റോഡിന് കൊടുക്കണം. ഇതുവരെയ്ക്കും ഞങ്ങൾക്ക് ഇതുണ്ടായിട്ടില്ല. തൊഴിലുറപ്പിന് ഒരു പ്രാവശ്യം ഇടവഴി നേരിട്ടിട്ടുള്ളൂ. വേറെ ഒരു അനുകൂല്യം കിട്ടിയില്ല. ഒരു പാലും ഒരു റോഡുമാണ് പറയുന്നത്. റോഡില്ലാത്തതിനാൽ വലിയ സാമ്പത്തിക ബാധ്യത സഹിച്ച് കൃഷി നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കർഷകർ നിലം തരിശിടാൻ തീരുമാനിച്ചത്. അതേസമയം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാടങ്ങളിൽ റാമ്പ് നിർമ്മിക്കാൻ നടപടിയെടുത്തിട്ടുണ്ടെന്ന് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ പറഞ്ഞു. പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ വാർഡ് 4 താനായ്ക്കൽ പാടശേഖരത്തിലേക്കുള്ള ഒരു റാമ്പിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ ആ റാമ്പ് നമ്മൾ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിയിട്ട് ഇനി മെറ്റീരിയൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെമ്പർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ അതിന്റെ വർക്ക് നടക്കുന്നതാണ് എനിക്കിതിൽ പറയാനുള്ളത്. തെങ്കര, കാഞ്ഞിരപ്പുഴ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കോൽപ്പാടത്ത് പാലം നിർമ്മിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു. നിലവിൽ ഈ ഭാഗത്തുള്ള കോസ്വേ മഴ പെയ്താൽ വെള്ളത്തിനടിയിലാകുന്നത് പതിവായ സാഹചര്യത്തിലാണ് പാലം വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. കാഞ്ഞിരപ്പുഴ ഭാഗത്തുള്ളവർക്ക് മണ്ണാർക്കാട്, തെങ്കര എന്നിവിടങ്ങളിലേക്കും, തെങ്കര ഭാഗത്തുള്ളവർക്ക് കാഞ്ഞിരപ്പുഴ, തച്ചമ്പാറ, പാലക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിലേക്കും പോകുന്നതിനുള്ള എളുപ്പമാർഗമാണിത്. ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ നിലവിൽ ഇതുവഴി ഗതാഗതം നടത്തുന്നുണ്ട്. ശക്തമായ മഴയത്ത് കോസ്വേ വെള്ളത്തിൽ മുങ്ങി ഗതാഗതം മുടങ്ങുന്നത് പതിവാണ്. ഈ വർഷവും നിരവധി തവണ പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായപ്പോൾ കോസ്വേ മുങ്ങുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. പുതിയ പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് MLA-മാരായ N. ഷംസുദ്ദീൻ, K. ശാന്തകുമാരി എന്നിവർ പൊതുമരാമത്ത് മന്ത്രിക്ക് നിവേദനം നൽകുകയും പാലത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് നേരിൽ ബോധിപ്പിക്കുകയും ചെയ്തിട്ട് ഏറെക്കാലമായി. കോസ്വേയിൽ വെള്ളം കയറി ഗതാഗതം മുടങ്ങുന്ന കോൽപ്പാടത്ത് പുതിയ പാലം നിർമ്മാണത്തിനുള്ള നടപടികൾക്ക് വേഗം കൂട്ടിയതായി പൊതുമരാമത്ത് വിഭാഗം അറിയിച്ചു. കോൽപ്പാടം പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള ഭരണാനുമതിക്കായി അടങ്കൽ തയ്യാറാക്കുന്ന നടപടികളാണ് പൊതുമരാമത്ത് പാലം വിഭാഗം നടത്തുന്നത്. പാലത്തിന്റെ ജനറൽ അലൈൻമെന്റ് ഡ്രോയിങ് ഡിസൈൻ വിഭാഗം തയ്യാറാക്കിയിട്ടുണ്ട്. പാലത്തിനായി സ്ഥലം വിട്ടു നൽകുന്ന മുഴുവൻ ഭൂ ഉടമകളുടെയും സമ്മതപത്രം കൂടി ലഭ്യമായതിനു ശേഷം ഭരണാനുമതിക്കായി സമർപ്പിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. കുറച്ചുപേർ കൂടി സമ്മതപത്രം നൽകാനുണ്ട്. നിലവിലെ കോസ്വേ പൊളിച്ച് ഇവിടെ നിന്ന് 8 മീറ്റർ മാറി 52 മീറ്റർ നീളത്തിലും 9.75 മീറ്റർ വീതിയിലും പുതിയ പാലം നിർമ്മിക്കാനാണ് പദ്ധതി. 1.5 മീറ്റർ വീതിയിൽ പാലത്തിന്റെ ഒരു ഭാഗത്ത് നടപ്പാതയും ഉണ്ടാകും. നിലവിലുള്ള റോഡിനെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ അപ്രോച്ച് റോഡും നിർമ്മിക്കും. ഇടത് ഭാഗത്ത് 25 മീറ്ററും വലത് ഭാഗത്ത് 69 മീറ്ററുമാണ് റോഡ് നിർമ്മിക്കുക. ഇതിനുവേണ്ടി ഇരുഭാഗത്തുമായി 16.5 സെന്റ് സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടതെന്ന് അധികൃതർ പറയുന്നു. 6 കോടി രൂപയാണ് നിർമ്മാണ ചെലവ് കണക്കാക്കുന്നത്. വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ 3 നേതാക്കളെ തിരിച്ചെടുത്തതായി DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അറിയിച്ചു. പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് M. വിജയകുമാർ, പട്ടാമ്പി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കളത്തിൽ മുഹമ്മദ് അഷ്റഫ്, കുലുക്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് മുൻ പ്രസിഡന്റ് N. ഗോപകുമാർ എന്നിവരെയാണ് തിരിച്ചെടുത്തത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി ധർണ നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് A. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക, 1 മാസ പെൻഷൻ ഉത്സവബത്തയായി അനുവദിക്കുക, 70 വയസ്സ് കഴിഞ്ഞവർക്ക് അധിക പെൻഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. മറ്റ് സംസ്ഥാനങ്ങൾ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുമ്പോൾ കേരളം ഉൽപാദനത്തിൽ പുറകോട്ടു പോവുകയാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ച A. ബാലകൃഷ്ണൻ പറഞ്ഞു. ഏതാണ്ട് 350-400 ഇടയ്ക്ക് നമ്മുടെ മാവേലി സ്റ്റോറുകളിലും റേഷൻ കടകളിലും ഓണം ആഘോഷിക്കാൻ കൊടുക്കാൻ ഗവൺമെന്റ് പെട്ടാപ്പാട് തരുന്നു. 450 രൂപയ്ക്ക് പുറത്ത് ചിലപ്പോൾ കിട്ടാൻ സാധ്യത ചെയ്യുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാടെത്തി. ഉൽപാദനത്തിൽ നമ്മൾ പിന്നോട്ട് പോയി. നമ്മളെക്കാൾ ഉൽപാദനമുള്ള തമിഴ്നാടും ആന്ധ്ര തീരങ്ങളും ഗോവയും ഒക്കെ ഇന്ന് വെളിച്ചെണ്ണ കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനങ്ങളായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതര സംസ്ഥാനങ്ങൾ സാമ്പത്തികമായി ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മളെ ഈ
3 സംസ്ഥാനങ്ങൾ ഒഴിച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് എല്ലാം സ്വയം സമ്പൂർണമായ സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. PKC നായർ അധ്യക്ഷത വഹിച്ചു. K മോഹൻദാസ്, ചന്ദ്രൻ, ശിവദാസൻ, ഉണ്ണികൃഷ്ണൻ, PA അംബുജാക്ഷി, ഹസൻ മുഹമ്മദ്, PG ഉമാദേവി എന്നിവർ പ്രസംഗിച്ചു. ഒറ്റപ്പാലം മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിലെ ലൈബ്രറികളിലേക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. K പ്രേംകുമാർ MLA-യുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും അനുവദിച്ച 3 ലക്ഷം രൂപ വകയിരുത്തിയാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. മണ്ഡലത്തിലെ 35 പൊതുവിദ്യാലയങ്ങൾക്കാണ് ലൈബ്രറി പുസ്തകങ്ങൾ നൽകിയത്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന വിതരണോദ്ഘാടനം K പ്രേംകുമാർ MLA നിർവഹിച്ചു. ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള നിയമസഭാ ലൈബ്രറികളിലെ ഏറ്റവും വലിയ നിയമസഭാ ലൈബ്രറി കേരളത്തിന്റെ നിയമസഭാ ലൈബ്രറി. കേരള നിയമസഭയുടെ ലൈബ്രറിയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുസ്തകോത്സവം ആദ്യമായി ആരംഭിക്കുന്നത്. പുസ്തകോത്സവത്തോടനുബന്ധിച്ച് MLA-മാരുടെ ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ വരെ പുസ്തകം വാങ്ങുന്നതിന് ചിലവഴിക്കാം എന്ന ഉത്തരവും അതിന്റെ ഭാഗമായി വരികയുണ്ടായി. നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, ഹെഡ് ക്ലർക്ക് AS പ്രമോദ്, അധ്യാപകൻ പ്രദീപ്, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. അനധികൃത വെൽഡിംഗ് തൊഴിലാളികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയർ യൂണിറ്റ് അസോസിയേഷൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് സ്പെഷ്യൽ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. കുടുംബസംഗമം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയർ യൂണിറ്റ് അസോസിയേഷൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് കുടുംബസംഗമം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പ്രത്യേകിച്ചും നമ്മളെ സംസാരിക്കുമ്പോൾ വലിയ തോതിൽ നമ്മുടെ ഭരണാധികാരികൾ പറയും ഞങ്ങൾ MSME-കളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഈ നാട്ടിൽ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വൻകിട പദ്ധതികൾ കൊണ്ടല്ല മനുഷ്യർക്ക് സാധാരണക്കാർക്ക് ഗുണമുണ്ടാകാൻ പോകുന്നത്, അത് ചെറുകിട സംരംഭങ്ങൾ കൊണ്ടാണ്. ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ആ മേഖല തകർന്നു പോകാതെ സൂക്ഷിക്കുക എന്നുള്ളതും സംരക്ഷിക്കുക എന്നുള്ളതും. ഇപ്പൊ ഒരു യൂണിറ്റിന്റെ കീഴിൽ തന്നെ എത്ര കുടുംബങ്ങളാണ് ശരിക്കും ജീവിക്കുന്നത്? അതിൽ ജോലി ചെയ്യുന്നതും മുതലാളി ഒക്കെ ഒരാൾ തന്നെയാണ്, അല്ലെ? ഏതാണ്ട് എല്ലായിടത്തും അത് തന്നെയാണ്. കാരണം ഈ ജോലി പഠിച്ച് അതിന്റെ ഭാഗമായിട്ടൊരു പുതിയ ഒരു യൂണിറ്റ് തുടങ്ങി അതിന് കുറച്ച് ആളെയും കൂടി ചേർത്ത് അവരെയും കൂടി പഠിപ്പിച്ച് ചിലപ്പോൾ ഒരു പുതിയ യൂണിറ്റ് അപ്പുറത്തേക്ക് ഇടും. അങ്ങനെയൊക്കെ പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതുവഴി എത്ര പേർക്കാണ് ജീവിതാവസരങ്ങൾ ഉണ്ടാകുന്നത്? നമ്മൾ SSLC, +2, LSS, USS വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു. രക്തദാന ക്യാമ്പും നടത്തി. ജില്ലാ പ്രസിഡന്റ് മുരളി മോഹനൻ അധ്യക്ഷത വഹിച്ചു. സ്പെഷ്യൽ ജനറൽ ബോഡി യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം ഉണ്ണി മേലാറ്റൂർ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി നാസർ മലപ്പുറം അവതരിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസും ലേബർ രജിസ്ട്രേഷനും ഇല്ലാത്ത അനധികൃത വെൽഡിംഗ് തൊഴിലാളികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് സ്പെഷ്യൽ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നും പെരിന്തൽമണ്ണ ജൂബിലി റോഡിലെ നിർമ്മാണ പ്രവൃത്തികൾ ഊർജിതമാക്കണമെന്നും ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ വൈസ് പ്രസിഡന്റ് KP വാസുദേവൻ, ബ്ലോക്ക് സെക്രട്ടറി സത്യപാലൻ, ട്രഷറർ സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു.
വള്ളുവനാടിലെ പ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഓഗസ്റ്റ് 14-15 തീയതികളിലായി നടക്കും. 11 ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചിനക്കത്തൂരമ്മയുടെ തിരുമുറ്റത്ത് എല്ലാ വർഷവും കർക്കിടക മാസം നടത്തിവരാറുള്ള ആനയൂട്ടാണ് ഓഗസ്റ്റ് 14-15 തീയതികളിലായി ഇത്തവണ നടക്കുന്നത്. കൂടാതെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ക്ഷേത്രം തന്ത്രി പനാവൂർ കുട്ടൻ നമ്പൂതിരി നേതൃത്വം നൽകുന്ന പ്രത്യക്ഷ ഗണപതി ഹോമവും നടക്കും. 14 വൈകുന്നേരം 6 മണിക്ക് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ വിളക്ക് വെപ്പ്, തുടർന്ന് തിരുവാതിരക്കളി എന്നിവ നടക്കും. 6:30 പാലപ്പുറം നാരായണൻകുട്ടിയാൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗംഭീര പഞ്ചവാദ്യം അരങ്ങേറും. 15 രാവിലെ 5 മണിക്ക് പനാവൂർ കുട്ടൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പ്രത്യക്ഷ ഗണപതി ഹോമം നടക്കും. തുടർന്ന് 8 മണിക്ക് മീറ്റ്ന രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഗംഭീര പാണ്ടിമേളം അരങ്ങേറും. 10 മണിക്ക് 11 ഗജവീരന്മാർ അണിനിരക്കുന്ന ആനയൂട്ട് നടക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ചിനക്കത്തൂർ ക്ഷേത്രം കൊല്ലംതോറും നടത്തി വരാറുള്ള ആനയൂട്ട് ഈ വർഷവും അതിഗംഭീരമായിട്ട് നടത്തപ്പെടുകയാണ്. 2 ദിവസങ്ങളിലായിട്ട് ആഗസ്റ്റ് 14-15 തീയതികളിലാണ് നടത്തുന്നത്. ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 11 ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ടാണ് ഈ പ്രാവശ്യം ആനയൂട്ട് നടത്തപ്പെടുന്നത്. 14-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് സോപാന സംഗീതം, താര പ്രവീൺ നയിക്കുന്ന സോപാന സംഗീതം 5 മണിക്കും 5:30 മെഗാ തിരുവാതിരക്കളി, കലാക്ഷേത്ര നൃത്ത കലാലയ കാഞ്ഞിരക്കടവ് അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിരക്കളിയും, അതിനുശേഷം 6 മണിക്ക് പന്തലിൽ വിളക്ക് വെപ്പും ആണ് നടത്തുന്നത്. 6:30 പാലപ്പുറം മണി നേതൃത്വം നൽകുന്ന പഞ്ചവാദ്യം, അതാണ് 14-ാം തീയതി നടക്കുന്നത്. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ കമ്മിറ്റി പ്രസിഡന്റ് AR രാജേഷ്, സെക്രട്ടറി K ഹരിദാസ്, ഖജാൻജി M സുഭാഷ്, വൈസ് പ്രസിഡന്റ് CK അശോക് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. എടത്തനാട്ടുകര വെള്ളിയഞ്ചേരി ASM ഹൈസ്കൂളിലെ 1981-82 SSLC ബാച്ചായ ഒരുമ എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ നൽകി. 46 വർഷങ്ങൾക്ക് ശേഷമുള്ള സഹപാഠികളുടെ ഒത്തുചേരൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് കൈത്താങ്ങാവാനും കാരണമാകുന്നു. ഒരുമ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഒത്തുകൂടിയിരുന്നു. 46 വർഷങ്ങൾക്ക് ശേഷമുള്ള തങ്ങളുടെ ഒത്തുകൂടൽ സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് താങ്ങാവണമെന്ന ചിന്തയിൽ നിന്നാണ് ആദ്യഘട്ടമെന്നോണം എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിലേക്ക് ഓക്സിജൻ സിലിണ്ടറും സെഷൻ മെഷീനും റെഗുലേറ്ററും നൽകിയത്. കൂടാതെ സാമ്പത്തിക സഹായവും എത്തിച്ചു. ക്ലിനിക്കിൽ നടന്ന ചടങ്ങ് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അലി മടത്തോടി ഉദ്ഘാടനം ചെയ്തു. ക്ലിനിക്ക് ഭാരവാഹി റഷീദ് ചതുരാല അധ്യക്ഷനായി. കൂട്ടായ്മ ഭാരവാഹി TP നൂറുദ്ദീൻ, പ്രവാസി പൊതുപ്രവർത്തകനും സംരംഭകനുമായ മുഹമ്മദ് ഗനി, കൂട്ടായ്മ അംഗങ്ങളായ ബെന്നി അഗസ്റ്റിൻ, EP രാജൻ, അബ്രഹാം, TP ബറീറ, പാലിയേറ്റീവ് കെയർ ക്ലിനിക് അംഗങ്ങളായ റഹീസ് എടത്തനാട്ടുകര, P അലി, അനീസ് മുറിയക്കണ്ണി, ശിഹാബ് ITC തുടങ്ങിയവർ പങ്കെടുത്തു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 350ഓളം കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുത്ത CDS പൊതുസഭ കരിമ്പുഴ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കിയ കുടുംബശ്രീ കരിമ്പുഴയിൽ അതിന്റെ പരിപൂർണതയിൽ തന്നെ നടക്കുന്നുണ്ടെന്ന കാര്യം അഭിമാനത്തോടെ നോക്കിക്കാണുന്നുവെന്ന് പ്രസിഡന്റ് പറഞ്ഞു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം നടത്താൻ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് അതാത് കാലഘട്ടങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നടപ്പിലാക്കിയ കാര്യങ്ങൾ, നടത്തി വന്നിരുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ ചെയർപേഴ്സൺ ഇവിടെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. ഇനി ആ വിഷയത്തിലേക്ക് വീണ്ടും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് 18 വാർഡുകളാണ് കരിമ്പുഴയിലുള്ളത്. ഇനി അത് 20 പോവുകയാണ്. ഈ 18 വാർഡുകളിലായി 18 CDS മെമ്പർമാരുണ്ട്, 198 ADS മെമ്പർമാരുണ്ട്, 384 കുടുംബശ്രീകളുണ്ട്. മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ചൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുകയാണ്. 2020-2025 കാലയളവിൽ 25 കോടി രൂപയിലധികം രൂപ വായ്പ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് അനുവദിച്ചതും ജില്ലാതലത്തിൽ ഈ വർഷത്തെ മികച്ച സംരംഭകയായി വിഷ്ണുമായ കൈത്തറി യൂണിറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടതും അഭിമാനാർഹമാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. CDS ചെയർപേഴ്സൺ K ഇന്ദിര അധ്യക്ഷയായി. N സജീറ, KK ഷൗക്കത്ത്, K അനസ്, സമീറ സലീം, മോഹനൻ മാസ്റ്റർ, ഉമ്മർ കുന്നത്ത്, ഫസീല നൌഷാദ്, രുക്മണി, C ചാമി, AR പ്രഭാവതി എന്നിവർ പങ്കെടുത്തു. ചെർപ്പുളശ്ശേരി ശബരി സെൻട്രൽ സ്കൂളിൽ ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സ്റ്റാർ സിംഗർ ഫെയിം വിഷ്ണുദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു.
വിദ്യാർത്ഥികളിൽ കലാസർഗശേഷികൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെർപ്പുളശ്ശേരി ശബരി സെൻട്രൽ സ്കൂളിൽ ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ബുധനാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച പരിപാടി സ്റ്റാർ സിംഗർ ഫെയിം വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ നാടക കലാകാരൻ അസീസ് മുഖ്യാതിഥിയായി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ കെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കൾച്ചറൽ കമ്മിറ്റി ഇൻചാർജ് വിനീത വി, ആർട്സ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി ദേവന കെ തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് പ്രിൻസിപ്പൽമാരായ ഇന്ദിര കെ പി, അജിത സി വി, അധ്യാപിക സിന്ധു കെ എൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാണിജ്യ വാർത്തകൾ. പെരിന്തൽമണ്ണയിൽ അധ്യാപക സഹകരണ സംഘം ഓണം ഫെയർ ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ പി ഷാജി ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് പൊതുവിപണിയിലെ വിലക്കയറ്റത്തിൽ നിന്നും ജനങ്ങൾക്ക് ആശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സൊസൈറ്റി ഓണം ഫെയർ നടത്തിവരുന്നത്. പെരിന്തൽമണ്ണ താലൂക്ക് ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 36ാമത് ഓണം ഫെയർ 12 മുതൽ ആരംഭിച്ചു. ഓണക്കാലത്ത് പൊതുവിപണിയിലെ വിലക്കയറ്റത്തിൽ നിന്നും ജനങ്ങൾക്ക് ആശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ സൊസൈറ്റി വർഷങ്ങളായി ഓണം ഫെയർ നടത്തിവരികയാണ്. നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി ഈ വർഷത്തെ ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്തു. അധ്യാപക സഹകരണ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് എം കെ ശ്രീധരൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് കെ വീരാപ്പു, സെക്രട്ടറി കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് എ പി ബിജു, എൻ നാസർ, കെ സുധീർ ബാബു, കെ പി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. നിർമ്മാതാക്കളിൽ നിന്നും നേരിട്ട് വസ്ത്രങ്ങൾ വാങ്ങി ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്ന രീതിയിലാണ് ഓണം ഫെയറിലെ വിപണനമെന്ന് സംഘം പ്രസിഡന്റ് കെ വീരാപ്പു പറഞ്ഞു. പെരിന്തൽമണ്ണ പ്രദേശത്തിന് പുറമെ മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ അധ്യാപകർക്കപ്പുറമുള്ള സാധാരണക്കാരായ നിരവധി പേരാണ് ഓണം ഫെയറിൽ വസ്ത്രങ്ങൾ വാങ്ങാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിർമ്മാതാക്കളിൽ നിന്നും നേരിട്ട് വസ്ത്രങ്ങൾ വാങ്ങി ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നത് കൊണ്ട് ഗുണമേന്മ ഉറപ്പുവരുത്തി വൻ വിലക്കുറവിൽ വസ്ത്രങ്ങൾ വിൽക്കാൻ സൊസൈറ്റിക്ക് കഴിയാറുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ജനങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടിയാണ് പെരിന്തൽമണ്ണയിൽ ഈ ഓണം ഫെയർ ഇവിടെ നടന്നു വരുന്നത്. ഗുണമേന്മയും വിലക്കുറവും ഉറപ്പുവരുത്തി ആകർഷകവും വിപുലവുമായ വസ്ത്രശേഖരമാണ് ഓണം ഫെയറിൽ ഇത്തവണയും ഒരുക്കിയിട്ടുള്ളത്. സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും ഓണം ഫെയറിൽ വസ്ത്രങ്ങൾ വാങ്ങാനെത്തുന്നുണ്ട്. ഞാനിവിടെ 2ാമത്തെ വർഷമാണ് വരുന്നത്. കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ആയിരുന്നു. ഇപ്രാവശ്യം അത് തന്നെ പ്രതീക്ഷിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളുടെ സങ്കല്പങ്ങൾക്കനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ഇവിടെ കിട്ടാറുണ്ട്. ധാരാളം ആളുകൾ വരുന്നുണ്ട്. അധ്യാപകർ മാത്രമല്ല, മറ്റ് ജീവനക്കാരും ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. നമ്മളുടെ ഓണച്ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ വരുന്നുണ്ട്. അപ്പോൾ വിലക്കുറവ് തന്നെയാണ് ഇതിന് പ്രധാന കാരണം. ഒപ്പം വൈവിധ്യമാർന്ന വസ്ത്രശേഖരവും എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാണ്. അധ്യാപകർ മാത്രമല്ല, മറ്റ് ജീവനക്കാർ, പിന്നെ പൊതുജനങ്ങളെല്ലാം ഈ സൗകര്യം നന്നായി ഉപയോഗിക്കുന്നുണ്ട്. ഈ ഓണം ഫെയർ എല്ലാ വർഷവും വളരെ ഗംഭീരമായി, വളരെ വിലക്കുറവിൽ എല്ലാവർക്കും സുപരിചിതമായ എല്ലാ സാധനങ്ങളും വളരെ ഓപ്പൺ മാർക്കറ്റിനേക്കാൾ കുറഞ്ഞ രീതിയിൽ
കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഈ സംരംഭം നിരവധി സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. സർക്കാർ എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ്, സഹകരണ സംഘം ജീവനക്കാർ, കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, പ്രീ പ്രൈമറി, അംഗൻവാടി ജീവനക്കാർ, ആശാവർക്കർമാർ തുടങ്ങി സർക്കാരിൽ നിന്ന് ശമ്പളമോ ഓണറേറിയമോ വാങ്ങുന്ന എല്ലാവർക്കും വസ്ത്രങ്ങൾ വാങ്ങുന്നതിന് 1 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകി വരുന്നുണ്ട്. ഈ ഓണം ഫെയറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ അധ്യാപകർക്ക് മാത്രമല്ല മറ്റെല്ലാ തരം ജീവനക്കാരും, സർക്കാരിൻ്റെ ഓണറേറിയം കൈപ്പറ്റുന്ന ജീവനക്കാർക്ക് അടക്കം, അംഗൻവാടി അധ്യാപികമാർ, അതുപോലെ തന്നെ ആശാ വർക്കേഴ്സ് തുടങ്ങി സർക്കാർ ഓണറേറിയം പറ്റുന്ന ആളുകൾക്ക് അടക്കം 1 ലക്ഷം വരെയുള്ള രൂപയ്ക്ക് വരെയുള്ള തുണിത്തരങ്ങൾ കടമായി പലിശരഹിത വായ്പയായിട്ട് നൽകുന്ന സംവിധാനം ഉണ്ടെന്നുള്ളതാണ്. മാത്രമല്ല ഓണത്തിൻ്റെ ഒരു കേളികൊട്ടാണ് പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം അധ്യാപക സഹകരണ സംഘത്തിൻ്റെ ഈ ഓണച്ചന്ത എന്ന് പറയുന്നത്. ചവിട്ടികൾ, ബെഡ്ഷീറ്റുകൾ എന്നിവയും ഓണം ഫെയറിൽ ലഭ്യമാണ്. ഓണം ഫെയർ 1-ാം ഓണം ദിവസം വരെ പ്രവർത്തിക്കും. ഈ ഓണത്തിന് മുളയങ്കാവിൽ നിന്നും പർച്ചേസ് ചെയ്താൽ കൈനിറയെ സമ്മാനങ്ങളും നേടാം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവത്തിന്റെ കൂപ്പൺ പ്രകാശനം ചെയ്തു. ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 20 വരെയാണ് വ്യാപാരോത്സവം നടക്കുന്നത്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സർ, ഗ്രൈൻഡർ തുടങ്ങി വമ്പൻ സമ്മാനങ്ങളാണ് മുളയങ്കാവിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. ഈ ഓണക്കാലത്ത് ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 20 വരെ മുളയങ്കാവിലെ 200ഓളം വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കളിൽ നിന്നും നറുക്കെടുപ്പിലൂടെയാണ് വിജയികളെ തിരഞ്ഞെടുക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് സിപാസ് ടെക്സ്റ്റൈൽസിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് വ്യാപാരോത്സവത്തിന്റെ കൂപ്പൺ പ്രകാശനം ചെയ്തു. വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്ന് വ്യാപാര മേഖല. ആ സമയത്താണ് മുളയങ്കാവിലെയും പരിസര പ്രദേശങ്ങളിലെയും ഉപഭോക്താക്കളെ അവരുടെ കച്ചവടം ഈ മുളയങ്കാവ് അങ്ങാടിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയും ഓണക്കാലത്ത് കാലാകാലങ്ങളിലായി ഞങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളിൽ വന്ന് ഞങ്ങളുമായി സഹകരിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഞങ്ങളുടെ അധ്വാന ഫലത്തിൻ്റെ ഒരു അംശം മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി ഒരു സമ്മാന പദ്ധതി മുളയങ്കാവ് യൂണിറ്റ് അടിച്ചു വയ്ക്കാം. ഈ മാസം 15-ാം തീയതി, ഓഗസ്റ്റ് 15-ാം തീയതി മുതൽ മുളയങ്കാവ് അങ്ങാടിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ഓരോ കസ്റ്റമേഴ്സിനും അവർക്ക് വാങ്ങുന്ന സാധനങ്ങൾക്കനുസരിച്ചുള്ള കൂപ്പൺ അതാത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കും. ആ കൂപ്പൺ തികച്ചും സൗജന്യമായിരിക്കും. ആ കൂപ്പൺ എല്ലാം കൂടി ഓഗസ്റ്റ് 20-ാം തീയതി വരെയാണ് ഈ സമ്മാന പദ്ധതി നിലനിൽക്കുന്നത്. സെപ്റ്റംബർ 20-ാം തീയതി വരെയാണ് ഈ പദ്ധതി നിലനിൽക്കുന്നത്. സെപ്റ്റംബർ 20-ാം തീയതിക്ക് ശേഷം ഈ നറുക്കെടുപ്പിലൂടെ സമ്മാനാർഹരായ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് വലിയ നേരത്തെ പറഞ്ഞ പോലെയുള്ള സമ്മാനങ്ങൾ മുളയങ്കാവിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ഒരു സംവിധാനം മുളയങ്കാവ് യൂണിറ്റ് വളരെ വലിയ പ്രചരണത്തോടു കൂടി ആണ് ഇത് നടപ്പിലാക്കിയിട്ടുള്ളത്. മുളയങ്കാവിലേക്ക് ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഉപഭോക്താക്കളുടെ കച്ചവടം കൊണ്ടുവരിക എന്ന് തന്നെയാണ് പ്രധാന ലക്ഷ്യം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ്, ജോയിന്റ് സെക്രട്ടറി രാംദാസ്, വർക്കിംഗ് പ്രസിഡന്റ് നൌഷാദ്, ട്രഷറർ താജു, വൈസ് പ്രസിഡന്റ് CP ബാലകൃഷ്ണൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് നിസാർ, സെക്രട്ടറി ഹംസത്ത് അലി, ട്രഷറർ അബ്ദുൽ ജലീൽ, വനിതാ വിംഗ് പ്രസിഡന്റ് ഗീത ഹരിഗോവിന്ദൻ, സെക്രട്ടറി ജയന്തി തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മുളയങ്കാവിലെ 200ഓളം വരുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ഈ ഓണത്തോടനുബന്ധിച്ച് എവിടെ നിന്ന് എന്ത് പർച്ചേസ് ചെയ്താലും ഈ വ്യാപാരോത്സവത്തിൻ്റെ കൂപ്പൺ കസ്റ്റമേഴ്സിന് ലഭിക്കും. സെപ്റ്റംബർ 20 വരെ നടക്കുന്ന വ്യാപാരത്തിൽ നിന്ന് എല്ലാ കസ്റ്റമേഴ്സിനും ഇതുപോലെ കൂപ്പൺ ലഭിക്കും. ആ 20-ാം തീയതി, സെപ്റ്റംബർ 20-ാം തീയതി ഇതിൻ്റെ മെഗാ നറുക്കെടുപ്പ് ഒരു ഇവൻ്റ് പരിപാടിയോടുകൂടി വലിയ പ്രചരണത്തോടു കൂടി നടക്കുന്നതാണ്. അന്ന് 1-ാം സമ്മാനം ഫ്രിഡ്ജ്, അൽമിയ ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന ഫ്രിഡ്ജ്, 2-ാം സമ്മാനം വാഷിംഗ് മെഷീൻ, മർഹബ വണ്ടുന്തറ നൽകുന്ന വാഷിംഗ് മെഷീൻ, അതുപോലെ തന്നെ 3-ാം സമ്മാനം ക്രിസ്റ്റൽ ഹോം അപ്ലയൻസസിൻ്റെ 32-ഇഞ്ച് TV തുടങ്ങി 20ഓളം വരുന്ന സമ്മാനങ്ങളും ക്യാഷ് വൗച്ചർ കൂപ്പൺ ഉൾപ്പെടെയുള്ള സമ്മാന പദ്ധതികളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. ഇനി ഷോർട്ട് ന്യൂസ്.
കരിമ്പുഴ പഞ്ചായത്തിലെ കോട്ടപ്പുറം കൂടാംതൊടി റോഡ് നവീകരണ ഉദ്ഘാടനം കെ പ്രേംകുമാർ MLA നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം അനുവദിച്ച 30 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ അധ്യക്ഷനായി. M മോഹനൻ, T ഷീജ, R പ്രഭാവതി, K സുബ്രഹ്മണ്യൻ, PT അങ്കപ്പൻ എന്നിവർ പ്രസംഗിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ വളരെ പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് പരിശോധനയെല്ലാം നടത്തിയതിന്റെ തുടർച്ചയിൽ അവിടെ കോൺക്രീറ്റ് ചെയ്തു, ശേഷിക്കുന്ന ഭാഗത്ത് റീടാർ ചെയ്തു. നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാദേശികമായിട്ടുള്ള റോഡുകളുടെ പ്രവർത്തനം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രദ്ധേയമായ ഇടപെടലാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുന്നത്. മറ്റൊന്ന്, നമ്മുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഒറ്റപ്പാലം മണ്ഡലത്തിൽ സംഘടിപ്പിച്ച നവകേരള സദസ്സ് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എന്നതുപോലെ നല്ല ജനപങ്കാളിത്തമുള്ള മണ്ഡല തലത്തിലുള്ള നവകേരള സദസ്സായി. ആ നവകേരള സദസ്സിൽ ഉൾപ്പെട്ട അതിന്റെ ഭാഗമായി ഉന്നയിക്കപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള പരാതികൾ, ഒട്ടനേകം പരാതികൾക്ക് പരിഹാരം കാണാൻ സാധിച്ചു. ഇനിയും പ്രധാന വാർത്തകൾ വീണ്ടും. അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ പ്രതിഷേധ റാലിയും ധർണയും നടത്തി. മങ്കട, പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു സമരം. ഇടതു വലതു മുന്നണികൾക്കും സർക്കാരിനുമെതിരെ തുറന്നടിച്ച് നേതാക്കൾ. ഷൊർണൂരിൽ വയോധികനായ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് 3600 രൂപയുടെ ലോട്ടറി ടിക്കറ്റുകളും പണവും തട്ടിയെടുത്തതായി പരാതി. 60കാരനായ വിനോദ്കുമാറാണ് തട്ടിപ്പിന് ഇരയായത്. സമ്മാനാർഹമായ ടിക്കറ്റുകളുടെ വ്യാജ ടിക്കറ്റുകൾ നൽകിയായിരുന്നു തട്ടിപ്പ്. പെരിന്തൽമണ്ണയിൽ കഞ്ചാവ് വേട്ട. വ്യത്യസ്ത കേസുകളിൽ 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ. 4 കിലോ കഞ്ചാവ് പിടികൂടി. കോട്ടോപ്പാടം ടൗണിൽ തെരുവുനായ ശല്യം രൂക്ഷം. റോഡരികിൽ കൂട്ടമായി എത്തുന്ന നായ്ക്കൾ കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയാവുന്നു. മണ്ണാർക്കാട് പെരുമ്പടാരിയിൽ കൂട്ടിലെ കോഴികളെ തെരുവുനായ കടിച്ചുകൊന്നു. പാടശേഖരത്തിലേക്ക് റോഡില്ല. നെൽകൃഷി ഉപേക്ഷിക്കാനൊരുങ്ങി പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ 15ഓളം കർഷകർ. ട്രാക്ടറും കൊയ്ത്ത് യന്ത്രവും എത്തിക്കാൻ കഴിയുന്നില്ല. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.